അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, 47-35 എന്നുള്ളത് ഇപ്പോൾ BJPക്ക് സേഫ് ആണോ അല്ലയോ? മഞ്ജുഷ, അത് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ പോലും നമുക്ക് മാജിക് വാളിലേക്ക് വരുമ്പോൾ ഈ ഘട്ടത്തിൽ ഇതാ 7 സീറ്റുകൾ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 7 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ തവണ 40 സീറ്റുകളായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 47. 7 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നിൽ എന്ന് രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭരണത്തിലേറുക എന്നതാണ് പ്രധാനമെന്നത് നമുക്കറിയാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 4 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 പേർ ആണ് സ്വതന്ത്രരായി വിജയിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാറ്റഗറിയിൽ വന്നത് എങ്കിൽ ഇത്തവണ അതിൽ കുറവുണ്ടാകുന്നു. 6 എന്നതാണ്. INLD ഇപ്പോഴും ലീഡ് നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. BSP INLD സഖ്യം AAP സംബന്ധിച്ചിടത്തോളം 0-ൽ നിൽക്കുന്നു. JJPക്ക് വലിയ നഷ്ടം. 10 സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിൽ 10 സീറ്റുകളും ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒരിടത്തും മറ്റേതെങ്കിലും മേഖലകളിലേക്ക് കടന്നു കയറാൻ ഒന്നും തന്നെ JJPക്ക് സാധിക്കുന്നില്ല. 10 സീറ്റുകളുടെ നഷ്ടമുണ്ടാകുന്നു. അവിടെ കിരൺ നേരത്തെ സൂചിപ്പിച്ച ചെറിയ ഫാക്ടറുകളിലേക്ക് ഇതൊരു ഡിസിഷൻ മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ കൃത്യമായ ടാലിയായി നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും എന്താണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിക്കുന്നത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ജാട്ട് വിഭാഗം ഏത് തരത്തിൽ ആണ് ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പിന്തുണയ്ക്കുന്നത്. അവിടെയാണ് കിരൺ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. 30 സീറ്റുകളിൽ എങ്കിലും ജാട്ട് വിഭാഗത്തിന് കൃത്യമായ സ്വാധീനമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 15 സീറ്റുകൾ, കേവലം 4 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ അധികമായി ജാട്ട് വിഭാഗത്തിൽ നിന്ന് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എങ്കിൽ അതേ ട്രെൻഡ് തന്നെ BJP നിലനിർത്തുന്നു. ജാട്ട് വിഭാഗങ്ങൾ കഴിഞ്ഞ തവണ എത്ര സീറ്റുകളിലാണോ ജാട്ട് മേഖലകളിൽ അതായത് BJPക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചത്, അതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക്, അതായത് 13 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുമ്പോൾ 4 സീറ്റുകളിൽ അധികമായി ജാട്ട് മേഖലയിൽ ലീഡ് ചെയ്യുകയാണ് BJP എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ JJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം. ജാട്ട് വിഭാഗങ്ങൾക്ക് കൂടി സ്വാധീനമുണ്ടായിരുന്ന 6 മണ്ഡലങ്ങളിൽ ആണ് ഇപ്പോൾ JJP പിന്നിട്ട് നിൽക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം OBC വിഭാഗം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. OBC വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ എന്നത് 28 നിയമസഭാ മണ്ഡലങ്ങൾ ആണ്. അവിടെയും BJPക്ക് കോട്ടമുണ്ടാകുന്നില്ല. BJP ഫോക്കസ് ചെയ്തത് വളരെ കൃത്യമായി വർക്കൗട്ട് ആകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതുകൊണ്ടാണ് 3 സീറ്റുകളിൽ BJP ഇപ്പോൾ OBC കേന്ദ്രങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ മഞ്ജുഷ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 ഇടങ്ങളിൽ ആയിരുന്നു OBC സ്വാധീനമുള്ള 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ ഇപ്പോഴിതാ 4 മണ്ഡലങ്ങൾ OBC കൈകൊടുക്കുന്നില്ല കോൺഗ്രസിന് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇവിടെ ഇത്തരത്തിൽ ആണ് കാസ്റ്റ് വോട്ടുകൾ, ജാതി വോട്ടുകൾ ഈ ഘട്ടത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നോക്ക വിഭാഗങ്ങൾ, SC വിഭാഗങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത്? ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ മാജിക് വാളിൽ നൽകുന്ന ഡേറ്റകൾ ഇതുവരെ കൗണ്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇതിൽ ഒരുപക്ഷെ കണക്കുകൾ മാറി മറിഞ്ഞേക്കാം, മാറ്റങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകാം. ആ സമയത്ത് ആ അപ്ഡേഷൻ തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് സാധിക്കും. അതിൽ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് മുന്നേറ്റം, അതായത് ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളും BJPയെ ഈ ഘട്ടത്തിൽ കൈവിടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം കോൺഗ്രസിനെയും ചേർത്ത് പിടിക്കുമ്പോൾ നഷ്ടം വീണ്ടും JJPക്ക് തന്നെയാണ്. അതായത് JJPയെ സംബന്ധിച്ചിടത്തോളം ദളിത് വോട്ടുകൾ അടക്കം ലഭിച്ചുകൊണ്ട് മുന്നേറാൻ സാധിച്ചിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇക്കുറി വ്യത്യസ്തമാണ്. ഈ മാജിക് നമ്പറുകൾ, ഈ കണക്കുകൾ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി മാറുന്നത്. ഇനി മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അവിടെ മുസ്ലിം വോട്ടുകൾ ഏത് തരത്തിൽ ആണ് BJPയെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കുന്നത് എന്ന ഇപ്പോഴത്തെ ഡേറ്റ പരിശോധിക്കുമ്പോൾ ഒരു പ്രകടമായ മാറ്റം, അതായത് 4 മണ്ഡലങ്ങൾ ആണ് പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്നത് എങ്കിൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അവിടെ കോൺഗ്രസിന് പതിവ് പോലെയുള്ള ഒരു മേൽക്കൈ അത് നിലനിർത്താൻ സാധിക്കുന്നു. പക്ഷേ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു. എന്തായിരുന്നോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം, അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രവുമല്ല, മുസ്ലിം സോണുകളിൽ അടക്കം
വലിയ BJP വിരുദ്ധ വികാരം ഉണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരിടത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്വാധീന മേഖലയിൽ മുന്നിട്ട് നിൽക്കാൻ സാധിച്ചുവെങ്കിൽ ഇപ്പോഴും അത് തുടരുന്ന രാഷ്ട്രീയ സാഹചര്യം ആണുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഹരിയാനയിലെ ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഫാക്ടർ എന്നത് കുമാരി ഷെൽജ ഇമ്പാക്റ്റ് ആണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അത് ഹൂഡയും ഷെൽജയും തമ്മിലുള്ള പോരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുമാരി ഷെൽജയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ്. 4 സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 കുമാരി ഷെൽജയ്ക്ക് സ്വാധീനമുള്ള 8 മണ്ഡലങ്ങളിൽ ആയിരുന്നു കോൺഗ്രസിന് മുന്നിട്ട് നിൽക്കാൻ സാധിച്ചതെങ്കിൽ ഇത്തവണ അത് 12 എന്ന നിലയിലേക്ക് ഉയരുന്നു. അതായത് 4 മേഖലകളിൽ ഉയരുന്നു. പക്ഷേ അതിൽ രസകരമാകുന്ന ഒരു കണക്ക് ഇതേ മേഖലയിൽ തന്നെ BJPയും മുൻതൂക്കം നേടുന്നു എന്നുള്ളതാണ്. 3 BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ ഹരിയാന ആർക്കും പിടികൊടുക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഹരിയാനക്കാരുടെ മനസ്സിലിരിപ്പ് എന്നറിയണമെങ്കിൽ ഒരു പക്ഷേ മഞ്ജുഷ വോട്ടെണ്ണി പൂർത്തിയാകുമ്പോൾ അവസാന വോട്ടിംഗ് മെഷീനിലെ വോട്ടും ടാലി ചെയ്യുമ്പോൾ മാത്രമായിരിക്കാം ഹരിയാനയിൽ എന്ത് സംഭവിക്കുന്നു. ഇതാ 49 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 46-നേക്കാൾ 3 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു. 9 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP അധികമായി നേടുന്നത്. കോൺഗ്രസിന് 3 സീറ്റുകൾ അധികമായി നേടാൻ സാധിക്കുന്നു. 34-49 എന്ന നമ്പറിലേക്ക് എത്തി നിൽക്കുന്നു. ഇതാണ് നേരത്തെ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്നത്. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അവരുടെ മുഖത്തെ മ്ലാനതയ്ക്ക് കാരണം ഈ കണക്കുകൾ തന്നെയാണ്. 49 സീറ്റുകളിൽ BJP മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തുടർച്ചയായ 2 തവണ അധികാരത്തിലിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കേണ്ടി വന്ന ഹരിയാനയിൽ ഇതാ വീണ്ടും BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നു എന്ന് സംശയിക്കേണ്ട മണിക്കൂറുകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മഞ്ജുഷ്, ശരിയാണ്. ഇപ്പോൾ